ജോലി കഴിഞ്ഞ് വരുന്ന എന്നെയും കാത്തിട്ട് പടിവാതിലിൽ തന്നെ രണ്ടുപേര് കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അച്ചും ദേവും എൻ്റെ വണ്ടീൻ്റെ വെച്ച് ദൂരേന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോൾ വരുമ്പോഴും ഒരു മിഠായിയെങ്കിലും ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് സാധനങ്ങളും കൂടി മേടിച്ച് അവനുള്ള സാധനം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കവർ പരതുന്നുണ്ട്. അങ്ങനെ അവനെ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. സിപ്പപ്പ് കണ്ടിപ്പോൾ ഉള്ള സന്തോഷമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. സിപ്പപ്പ് എന്നും കൊണ്ട് കൊടുക്കാറൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു വരികയാണ് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്ക് രണ്ടുപേർക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബൂസ്റ്റ് ഇട്ടിട്ടുള്ള പാല് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല കാപ്പിയൊക്കെ എടുത്ത്, പണ്ട് എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനും ചേച്ചിയും അനിയത്തിയും ഇങ്ങനെ വാതിക്കൽ നിൽക്കുമായിരുന്നു. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും പൊതിക്കെട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ കുട്ടികൾ ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പണ്ടത്തെ കാലം ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ എൻ്റെ അമ്മ വരുന്നത് അറിയുമ്പോഴേക്കും ഞാനിങ്ങനെ പടിവാതിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും പുറത്തത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ ചായയും മിച്ചറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പകലിലെ വെയിൽ താങ്ങാൻ പറ്റാതെ എൻ്റെ ചെടികൾ ഇന്നും കരിഞ്ഞുണങ്ങിയിട്ടുണ്ടായിരുന്നു. ചായ കൂടി കഴിഞ്ഞിട്ട് നേരെ ഞാൻ അവർക്കെല്ലാവർക്കും മതിയാവോളം വെള്ളമെല്ലാം നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം കിട്ടിയപ്പോഴത്തേക്കും ചെടികളൊക്കെ നല്ല രീതിയിൽ ഉഷാറായി വന്നിട്ടുണ്ട്. ഏകദേശം സന്ധ്യ ആയപ്പോഴേക്കും ഞാനിതാ വിളക്കെല്ലാം കത്തിച്ചിട്ടോ. കുട്ടികൾ പിന്നെ നാമെല്ലാം ചൊല്ലി. പിന്നെ കുറച്ച് ദിവസം മുന്നേ ചിനുവായിട്ട് എനിക്ക് ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂജ പോലുള്ളൊരു സാധനം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രീതിയിൽ ചെടികൾക്ക് വെള്ളം കിട്ടുമായിരുന്നു. പിന്നെ സിറ്റൗട്ടിൽ വെച്ചേക്കുന്ന ചെടികൾക്ക് എല്ലാവർക്കും വെള്ളം കൊടുത്തു കേട്ടോ. ഈ ഒരു വെള്ളം കൊടുക്കൽ ഞാൻ 2 നേരം എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു ഇത് കിട്ടിയോണ്ട് അത് കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ വീട്ടിലുണ്ടായിരുന്ന ഏകദേശം എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്കും ജിനുവായിട്ടും അമ്പുവാമി വന്നു കേട്ടോ. വീഡിയോ കഴിഞ്ഞു.